ബേസിക് ലെവൽ മുതൽ അഡ്വാൻസ്ഡ് ലെവൽ വരെയുള്ള ഒരു സീരീസ് ഓഫ് ലെസൺസ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് സെക്കൻഡ് ലെസണാണ്. ഫസ്റ്റ് ലെസൺ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും അതൊന്ന് കാണണം, എന്നിട്ട് വേണം ഇത് കാണാൻ. ആദ്യത്തെ ദിവസം നമ്മൾ പഠിച്ചത് സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആണ്. സ്റ്റേറ്റ് ഓഫ് ബീയിങ് ഐ എന്നത് സബ്ജക്റ്റായി വരുമ്പോൾ എങ്ങനെയാണ് സെൻറ്റൻസുകൾ വരുന്നത് എന്നാണ് നമ്മൾ പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് മറ്റ് ചില സബ്ജക്റ്റുകൾ. യു നിങ്ങൾ, വി നമ്മൾ, ദേ അവർ, പിന്നെ വേറെ പല പ്ലൂറൽ സബ്ജക്ട്സ്, തേർഡ് പേഴ്സൺ പ്ലൂറൽ സബ്ജക്ട്സ്. ഇതൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് സെൻറ്റൻസുകൾ വരുന്നത്. അപ്പോൾ ഇന്നും സ്റ്റേറ്റ് ഓഫ് ബീയിങ് തന്നെയാണ്. അപ്പോൾ ഡിഫറൻറ്റ് സബ്ജക്ട്സ് വെച്ച് എങ്ങനെയാണ് സെൻറ്റൻസുകൾ വരുന്നത് എന്ന് നമുക്ക് നോക്കാം. യു, വി, ദേ. പിന്നെ ഏതെങ്കിലും തേർഡ് പേഴ്സൺ പ്ലൂറൽ സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെ ഒപ്പം ഉപയോഗിക്കേണ്ടത് ആർ ആണ്. ഐ എന്ന സബ്ജക്റ്റിൻ്റെ ഒപ്പം നമ്മൾ ഉപയോഗിച്ചത് ആം ആണ്. ഇവിടെ ഉപയോഗിക്കേണ്ടത് ആർ ആണ്. അത് കഴിഞ്ഞ് നമുക്ക് ഒരു നൗൺ ഉപയോഗിക്കാം, ഒരു നൗൺ ഫ്രേസ് ഉപയോഗിക്കാം, ഒരു അഡ്ജക്റ്റീവ് ഉപയോഗിക്കാം, ഒരു പ്രപ്പോസിഷണൽ ഫ്രേസ് ഒക്കെ ഉപയോഗിക്കാം. അപ്പോൾ എങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നതെന്ന് എക്സാമ്പിൾ വരുമ്പോൾ വളരെ ഈസി ആയിട്ട് മനസ്സിലാവും. നോക്കാം നമുക്ക് എക്സാമ്പിൾസ്. നിങ്ങൾ എൻ്റെ ഫ്രണ്ടാണ്. നിങ്ങൾ എൻ്റെ ഫ്രണ്ടാണ്. യു ആർ മൈ ഫ്രണ്ട്. യു ആർ മൈ ഫ്രണ്ട്. യു എന്ന സബ്ജക്റ്റ് കഴിഞ്ഞു, ആർ ഉപയോഗിച്ചു. അത് കഴിഞ്ഞിട്ട് മൈ ഫ്രണ്ട്. യു ആർ മൈ ഫ്രണ്ട്. നിങ്ങൾ റൂമിൽ ആണ്. മൈ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ അത് നൗൺ ഫ്രേസാണ് നമ്മളവിടെ ഉപയോഗിച്ചത്. ഇനി നിങ്ങൾ റൂമിലാണ്. യു ആർ ഇൻ ദ റൂം. ഇൻ ദ റൂം. അവിടെ പ്രപ്പോസിഷണൽ ഫ്രേസ് ഉപയോഗിച്ചു. യു ആർ ഇൻ ദ റൂം. നിങ്ങൾ ഇപ്പോൾ സ്വിമ്മിംഗ് പൂളിലാണ്. യു ആർ ഇൻ ദ സ്വിമ്മിംഗ് പൂൾ റൈറ്റ് നൗ. യു ആർ ഇൻ ദ സ്വിമ്മിംഗ് പൂൾ റൈറ്റ് നൗ. ഇൻ ദ സ്വിമ്മിംഗ് പൂൾ എന്നത് ഒരു പ്രപ്പോസിഷണൽ ഫ്രേസാണ്. നിങ്ങൾ ആകെ വേവലാതി പിടിച്ചിരിക്കുകയാണ്. ആകെ ആകുലപ്പെട്ടിരിക്കുന്നു എന്ന് പറയില്ലേ, ആകെ ഒരു തരം വല്ലാത്ത ഒരു വേവലാതി. യു ആർ ഡിസ്റ്റർബ്ഡ്. യു ആർ ഡിസ്റ്റർബ്ഡ്. അപ്പോൾ അത് ഡിസ്റ്റർബ്ഡ് എന്നത് അഡ്ജക്റ്റീവ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിസ്റ്റർബ് എന്ന വാക്ക്. ഡിസ്റ്റർബ് അതിൻ്റെ തേർഡ് ഫോമാണ് ഡിസ്റ്റർബ്ഡ്. ഒരു പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ്. പക്ഷേ ചില പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോംസ് അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ യു ആർ ഡിസ്റ്റർബ്ഡ്. അപ്പോൾ അവിടെ അഡ്ജക്റ്റീവ് ഉപയോഗിച്ചു. യു ആർ എക്സൈറ്റഡ്. നിങ്ങൾ എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. യു ആർ ഷോക്ക്ഡ്. നിങ്ങൾ ഷോക്ക്ഡ് ആയിട്ടിരിക്കുകയാണ്. യു ആർ വറീഡ്. നിങ്ങൾ വറീഡ് ആയിട്ടിരിക്കുകയാണ്. ഇതൊക്കെ അഡ്ജക്റ്റീവ്സ് ആണ്. നിങ്ങൾ വളരെ നല്ല ഒരു കുട്ടിയാണ്. യു ആർ എ വെരി ഗുഡ് ബോയ്. നിങ്ങൾ വളരെ നല്ല ഒരു ബോയ് ആണ്. ഇതും സ്റ്റേറ്റ് ഓഫ് ബീയിങ് തന്നെ. യു ആർ എ വെരി ഗുഡ് ബോയ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വളരെ നല്ലൊരു കുട്ടിയാണ്. യു എന്ന ഒരു സബ്ജക്റ്റാണ് അവിടെ ഉപയോഗിച്ചത്. ഇനി നമുക്ക് പ്ലൂറൽ സബ്ജക്ട്സ് നോക്കാം. കുറച്ച് കുട്ടികൾ, കുറച്ച് ബോയ്സ് പാർക്കിൽ ആണ്. സം ബോയ്സ് ആർ ഇൻ ദ പാർക്ക്. സം ബോയ്സ് ആർ ഇൻ ദ പാർക്ക്. കുറച്ച് കുട്ടികൾ പാർക്കിൽ ആണ്. ഇൻ ദ പാർക്ക് എന്നത് പ്രപ്പോസിഷണൽ ഫ്രേസ് ആണ്. കുറച്ച് കുട്ടികൾ നിങ്ങളുടെ കൂടെയാണ്. സം ബോയ്സ് ആർ വിത്ത് യു. സം ബോയ്സ് ആർ വിത്ത് യു. ഇനി കുറച്ച് ദൂരെ കുറേ കുട്ടികൾ നിൽക്കുന്നു എന്ന് കരുതുക. കുറച്ച് കുട്ടികൾ കുറേ ദൂരെ മാറി നിൽക്കുന്നു. അപ്പോൾ ദോസ് ബോയ്സ് ആർ പ്ലേയേഴ്സ്. ആ കുറച്ച് മാറി നിൽക്കുന്ന ആ കുട്ടികൾ, കുറച്ച് മാറി നിൽക്കുന്ന, കുറച്ച് ദൂരെ നിൽക്കുന്ന കുട്ടികളെ നമ്മൾ ദോസ് ബോയ്സ്, ആ കുട്ടികൾ. ദോസ് ബോയ്സ് ആർ പ്ലേയേഴ്സ്. അവർ കളിക്കാരാണ്. ദോസ് ബോയ്സ് ആർ പ്ലേയേഴ്സ്. ഇനി കുറച്ച് കുട്ടികൾ ഇവിടെ നിൽക്കുന്നു, എൻ്റെ അടുത്ത് നിൽക്കുന്നു എന്ന് കരുതുക. അപ്പോൾ ദീസ് ബോയ്സ് ആർ പ്ലേയേഴ്സ്. ഈ കുട്ടികൾ പ്ലേയേഴ്സാണ്. അപ്പോൾ ദോസ് ബോയ്സ്, ദീസ് ബോയ്സ് എന്നത് ഉപയോഗിക്കുന്നത് മനസ്സിലായല്ലോ. ദീസ് ബോയ്സ് എന്ന് പറയുമ്പോഴും പ്ലൂറൽ സബ്ജക്ട്സ് ആണ്. ദോസ് ബോയ്സ് എന്ന് പറയുമ്പോഴും പ്ലൂറൽ സബ്ജക്ട്സ് തന്നെ. അപ്പോൾ ആർ എന്ന ഒരു ലിങ്കിങ് വേർബാണ് അവിടെ ഉപയോഗിക്കുന്നത്. ദോസ് ഗേൾസ് ആർ സ്റ്റുഡൻസ്. അവിടെ നിൽക്കുന്ന ആ കുട്ടികൾ, ദോസ് ഗേൾസ് ആർ സ്റ്റുഡൻസ്, വിദ്യാർത്ഥിനികളാണ്. ആ കുട്ടികൾ വിദ്യാർത്ഥിനികളാണ്. ദീസ് ഗേൾസ് ആർ മൈ ഫ്രണ്ട്സ്. ഇവിടെ നിൽക്കുന്ന കുട്ടികൾ, ഇവിടെ അടുത്ത് നിൽക്കുന്ന കുട്ടികളെ കാണിച്ചിട്ട് ദീസ് ഗേൾസ് ആർ മൈ ഫ്രണ്ട്സ്. ഇവിടെ നിൽക്കുന്ന കുട്ടികൾ എൻ്റെ ഫ്രണ്ട്സാണ്.
ദോസ് ബുക്സ് ആർ എക്സ്പെൻസീവ്. ദോസ് ബുക്സ്, ആ ബുക്സൊക്കെ വില പിടിച്ചതാണ്. ദീസ് ബുക്സ് ആർ ചീപ്പ്. ഈ ബുക്സ്, ഇവിടെ അടുത്തിരിക്കുന്ന ബുക്സ് ചീപ്പാണ്, വില കുറഞ്ഞതാണ്. ദോസ് ബുക്സ്, ദീസ് ബുക്സ് ഇതൊക്കെ പ്ലൂറൽ സബ്ജക്ട്സ് ആണ്, തേർഡ് പേഴ്സൺ പ്ലൂറൽ സബ്ജക്ട്സ്. ഇനി ഒരു നെയിം, പിന്നെ വേറൊരു നെയിം. അലക്സ് ആൻഡ് ശ്യാം, സീന ആൻഡ് ഗീത, നീന ആൻഡ് രവി. ഇതൊക്കെ രണ്ട് ആളുകളുടെ നെയിമാണ്. അപ്പോൾ അതും പ്ലൂറൽ സബ്ജക്ട്സ് തന്നെയാണ്. അതിൻ്റെ ഒപ്പവും നമുക്ക് ആർ എന്ന് തന്നെയാണ് സ്റ്റേറ്റ് ഓഫ് ബീയിങ്ങിൽ ഉപയോഗിക്കേണ്ടത്. സീന ആൻഡ് ഗീത ആർ മൈ ഫ്രണ്ട്സ്. സീനയും ഗീതയും എൻ്റെ ഫ്രണ്ട്സ് ആണ്. ഞങ്ങൾ, വി ആർ ഇൻ ദ റൂം. ഞങ്ങൾ റൂമിലാണ്. വി എന്നാൽ ഞങ്ങൾ, നമ്മൾ. വി ആർ ഇൻ ദ റൂം. ഇനി യു ആർ ഇൻ ദ റൂം. നിങ്ങൾ റൂമിലാണ്. ഒരുപാട് പേർ റൂമിലിരിക്കുന്നു. അപ്പോൾ ഓൾ ഓഫ് യു ആർ ഇൻ ദ റൂം. എല്ലാവരും, നിങ്ങളെല്ലാവരും റൂമിലാണ്. ഓൾ ഓഫ് യു ആർ ഇൻ ദ റൂം. ഇതെല്ലാം സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആണ് എന്ന് മനസ്സിലാക്കുക. അവർ റൂമിലാണ്. ദേ ആർ ഇൻ ദ റൂം. ദോസ് ബോയ്സ് ആർ ഇൻ ദ റൂം. ആ കുട്ടികൾ റൂമിലാണ്. ദീസ് ബോയ്സ്, ദോസ് ബോയ്സ്. ഓൾ ഓഫ് യു, യു, ഇതൊക്കെ ആർ ആണ് ലിങ്കിങ് വേർബായിട്ട് വരുന്നത് സ്റ്റേറ്റ് ഓഫ് ബീയിങ്ങിൽ. ഇനി മൈ, മൈ എന്നാൽ എൻ്റെ. യുവർ, നിങ്ങളുടെ. അവർ, ഞങ്ങളുടെ. ദെയർ, അവരുടെ. ഹിസ്, അവൻ്റെ. ഹെർ, അവളുടെ. ഇതിൻ്റെയൊക്കെ ഒപ്പം ഒരു പ്ലൂറൽ സബ്ജക്റ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ആറ് തന്നെ ആണ് ഉപയോഗിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, മൈ സൺസ് ആർ ഗുഡ്. എൻ്റെ സൺസ്, എൻ്റെ ആൺമക്കൾ നല്ലതാണ്. മൈ സൺസ് ആർ ഇൻ ദ റൂം. മൈ സൺസ് ആർ ഇൻ ദ റൂം. നോക്കൂ, ആറ് തന്നെയാണ് അവിടെ ഉപയോഗിച്ചത്. മൈ സൺസ് ആർ ഇൻ ദ റൂം. എൻ്റെ ആൺമക്കൾ റൂമിലാണ്. അവിടെയും ആർ ഉപയോഗിച്ചു. മൈ എന്ന വേർഡ് അനുസരിച്ചിട്ടല്ല അവിടെ ആർ ഉപയോഗിക്കുന്നത്, സൺസ് എന്ന പ്ലൂറൽ സബ്ജക്ട്സ് ആയതുകൊണ്ട്. യുവർ ഡോട്ടേഴ്സ് ആർ ഇൻ ദ പാർക്ക്. നിങ്ങളുടെ പെൺമക്കൾ പാർക്കിലാണ്. നോക്കൂ, ഡോട്ടേഴ്സ് എന്ന് വന്നതുകൊണ്ട് ആർ ഉപയോഗിക്കുക. യുവർ ഡോട്ടേഴ്സ്, നിങ്ങളുടെ പെൺമക്കൾ പാർക്കിൽ ആണ്. ഇതൊക്കെ സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആണ് എന്ന് ഓർക്കുക. ഞങ്ങളുടെ കുട്ടികൾ പാർക്കിലാണ്. അവർ കിഡ്സ് ആർ ഇൻ ദ പാർക്ക്. അവർ കിഡ്സ്, അവർ, ഞങ്ങളുടെ. അവരുടെ കുട്ടികൾ പാർക്കിലാണ്. ദെയർ കിഡ്സ് ആർ ഇൻ ദ പാർക്ക്. ഇവിടെയൊക്കെ ദെയർ എന്ന വാക്ക് ഉപയോഗിച്ചത് കൊണ്ടല്ല ആർ ഉപയോഗിക്കുന്നത്, കിഡ്സ് എന്ന പ്ലൂറൽ സബ്ജക്റ്റ് ആയതുകൊണ്ട്. ഇനി ശ്യാമിൻ്റെ കുട്ടികൾ പാർക്കിലാണ്. ശ്യാമിൻ്റെ കുട്ടികൾ പാർക്കിലാണ്. ശ്യാംസ് കിഡ്സ് ആർ ഇൻ ദ പാർക്ക്. ശ്യാംസ് ചിൽഡ്രൻ ആർ ഇൻ ദ പാർക്ക്. ശ്യാംസ്, ശ്യാമിൻ്റെ. സീതാസ്, സീതയുടെ. നീനാസ്, നീനയുടെ. രവീസ്, രവിയുടെ. രവീസ് ചിൽഡ്രൻ ആർ ഇൻ ദ പാർക്ക്. രവിയുടെ കുട്ടികൾ പാർക്കിൽ ആണ്. സീനാസ് ബ്രദേഴ്സ് ആർ ഇൻ ദ പാർക്ക്. സീനയുടെ ബ്രദേഴ്സ് പാർക്കിലാണ്. സീനാസ് ബ്രദേഴ്സ് ആർ. ശ്രദ്ധിക്കുക, ബ്രദേഴ്സ് എന്ന് വന്നതുകൊണ്ടാണ് ആർ എന്ന ലിങ്കിങ് വേർബ് അവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റ് ഓഫ് ബീയിങ്ങിൽ, പ്രസൻറ്റ് സ്റ്റേറ്റ് ഓഫ് ബീയിങ്ങിൽ യു, വി, ദേ, പിന്നെ പ്ലൂറൽ സബ്ജക്ട്സ്, തേർഡ് പേഴ്സൺ പ്ലൂറൽ സബ്ജക്ട്സ് ഒക്കെ വരുമ്പോൾ ആർ ആണ് ഉപയോഗിക്കേണ്ടത്. അത് കഴിഞ്ഞാൽ നമുക്ക് നൗൺ ഉപയോഗിക്കാം, ഒരു നൗൺ ഫ്രേസ് ഉപയോഗിക്കാം, പിന്നെ അഡ്ജക്റ്റീവ് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ നമുക്ക് ഒരു പ്രപ്പോസിഷണൽ ഫ്രേസ് ഉപയോഗിക്കാം എന്നൊക്കെ മനസ്സിലായല്ലോ. ഇപ്പോൾ നമ്മൾ പ്രസൻറ്റ് സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ലെസൺ യൂസ്ഫുൾ അല്ലേ?